അണികൾ ന്യായീകരണം കൊണ്ട് മെഴുകിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ന്യായീകരണം വന്നപ്പോൾ തൃപ്തിയായി. സ്വന്തം വീട്ടിൽ ഒരു ബന്ധു മരിച്ചു കിടക്കുമ്പോൾ കഞ്ഞിയും പയറും കുടിക്കാതെ അപ്പുറത്തെ വീട്ടിൽ വിരുന്ന് പോയിട്ട് മട്ടൻ ബിരിയാണി കഴിക്കുന്നതിനോട് എന്ത് പറയാനാ അല്ലേ? അതാണ് എല്ലാവരും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയത്. അല്ലാണ്ട് മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കേണ്ടെന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ 2018-ലും 2019-ലും അന്നത്തെ മുഖ്യമന്ത്രി പട്ടിണി കിടക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. പട്ടിണി കിടക്കുമായിരുന്നില്ല. അന്നത്തെ മുഖ്യമന്ത്രി സ്വന്തം ആരോഗ്യം പോലും മറന്ന്, സ്വന്തം ചികിത്സ പോലും മറന്നിട്ട് തിരുവനന്തപുരത്ത് തങ്ങി 18 ദിവസത്തെ ചികിത്സ പോലും വേണ്ടാന്ന് വെച്ച് രോഗം മൂർച്ഛിച്ച സമയത്തും ജനങ്ങൾക്കൊപ്പം, ദുരിതബാധിതർക്കൊപ്പം നിന്നൊരു മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അന്നത്തെ മുഖ്യമന്ത്രി പട്ടിണി കിടന്നില്ല, സ്വന്തം ആരോഗ്യം പോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നത്തെ മുഖ്യമന്ത്രി എന്തൊക്കെയാ പറയുന്നേ? അയ്യോ, മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചത് വലിയ തെറ്റായി പോയി, ക്ഷമിക്കണം. അയ്യോ, നമ്മൾ അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പോകുന്നില്ല. ഭക്ഷണം കഴിച്ചത് പോട്ടെ, പിറ്റേന്ന് എന്തിനാണ് എന്തോ എന്തോ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പോയത് എന്തിനാണ്? അതിനെ കുറിച്ചൊന്ന് പറയാവോ? പിന്നെ വലിയൊരു വാർത്ത ഉണ്ടായിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശം സന്ദർശിക്കുമ്പോൾ ഒരു വലിയ വാർത്ത തന്നെയാണ് അതല്ലേ? ഷോ, എന്റെ പൊന്നു മുഖ്യമന്ത്രി, രാഹുൽ ഗാന്ധി ആവാൻ ശ്രമിക്കല്ലേ.